കൊല്ലത്ത് ഭിന്നശേഷിക്കാരിയായ 6 വയസ്സുകാരുടെ മരണത്തിൽ ദുരൂഹതയേറുകയാണ്. പെൺകുട്ടി ക്രൂരമായ പീഡനത്തിനിരയായിട്ടുണ്ട് എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമാവുന്നത്. കുട്ടിയെ ബന്ധുവും അയൽവാസിയുമായ 14-കാരൻ ദുരുപയോഗം ചെയ്തു എന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ പകർപ്പാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. സമഗ്രമായ അന്വേഷണം വേണം എന്നുള്ള ആവശ്യം കുട്ടിയുടെ പിതാവ് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അരുൺരാജ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി കൊല്ലത്ത്. അരുൺരാജ്, തുടരാം. അരുൺരാജ്, റിജിത്ത്, നമുക്ക് 2 ദിവസം മുമ്പാണ് ഈ കുട്ടിയുടെ മരണം സംബന്ധിച്ച ആദ്യ വിവരം ലഭിക്കുന്നത്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട ചില അവ്യക്തതകൾ ആദ്യം മുതൽ തന്നെ നിലനിന്നിരുന്നു. ഈ കുട്ടിയെ മരണത്തിലേക്ക് നയിച്ച കാരണം എന്തെന്നായിരുന്നു ആദ്യഘട്ടത്തിൽ നമുക്ക് സംശയമായി ഉണ്ടായിരുന്നത്. അങ്ങനെയാണ് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ ചില ഭാഗങ്ങളിൽ ഈ കുട്ടി നേരിട്ട ക്രൂരമായ പീഡനത്തിന്റെ കഥകൾ വിവരിക്കുന്നത്. കാരണം ഈ കുട്ടിയുടെ സ്വകാര്യ ഭാഗങ്ങളിൽ ഈ പീഡനം നടന്നു, അല്ലെങ്കിൽ വലിയ രീതിയിൽ ഉപദ്രവം നടന്നു എന്നുള്ളതാണ് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നത്. ഒരുപക്ഷെ നമുക്ക് വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നതിനപ്പുറം ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വായിച്ചു നോക്കുമ്പോൾ കൂടുതൽ വിഷമകരമാണ്. 6 വയസ്സുകാരി നേരിട്ട പീഡനത്തിന്റെ ആഴം, അതിന്റെ ആ ഒരു വേദന അത് എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാകും. ഏപ്രിൽ 19-നാണ് ഈ കുട്ടി മരണപ്പെടുന്നത്. അതിനു മുമ്പാണ് ഈ കുട്ടിയെ ക്ഷീണവും അതുപോലെ തന്നെ സ്വകാര്യ ഭാഗങ്ങളിലെ വേദന കാരണവും ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത്. അങ്ങനെ ആദ്യഘട്ടത്തിൽ സംശയം തോന്നി പോലീസ് ആദ്യഘട്ടത്തിൽ അന്വേഷണം നടത്തി. പക്ഷേ അന്വേഷണത്തിൽ പോലീസിന് തുടക്കത്തിൽ വീഴ്ചയുണ്ടായി എന്നുള്ളതാണ് ഈ കുട്ടിയുടെ പിതാവടക്കം ആരോപിക്കുന്നത്. കാരണം ഏത് പോലീസ് സ്റ്റേഷനാണ് ഇത് കേസ് അന്വേഷിക്കുന്നത് സംബന്ധിച്ച് ഒരു തർക്കം ഈ പോലീസുകാർക്കിടയിൽ തന്നെ ഉണ്ടായിരുന്നു എന്ന് പിതാവ് ആരോപിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഒടുവിൽ ശാസ്താംകോട്ട പോലീസാണ് ഇതുമായി ബന്ധപ്പെട്ട കേസ് രജിസ്റ്റർ ചെയ്യുന്നത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഈ പ്രതിയെ ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. കുട്ടിയുടെ ബന്ധുവും അയൽവാസിയുമായ 14-കാരനാണ് ഈ കുട്ടിയെ ഇത്ര ക്രൂരമായ രീതിയിൽ പീഡിപ്പിച്ചത് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. ഭിന്നശേഷിക്കാരിയാണ് ഈ കുട്ടി. ഈ മാതാവും പിതാവും അതും തമ്മിൽ സെപ്പറേറ്റഡ് ആണ്. ഈ മാതാവ് ജോലിക്ക് പോകുന്ന സമയത്ത് ഈ സഹോദരന്റെ വീട്ടിലാക്കിയ ശേഷമാണ് ഈ ജോലിക്ക് പോയിക്കൊണ്ടിരുന്നത്. ഈ സമയമാണ് ഈ കുട്ടി ലൈംഗികമായി ഉപദ്രവിക്കപ്പെട്ടത് എന്നുള്ളതാണ് പോലീസ് കണ്ടെത്തൽ. എന്തായാലും ഈ പ്രതി കുറ്റം സമ്മതിച്ചിട്ടുണ്ട്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ കണ്ടെത്തലുകൾ അതടക്കമുള്ള കാര്യങ്ങളാണ് ഇനി പോലീസ് തേടുന്നത്. കാരണം 14 വയസ്സ് മാത്രമാണ് ഈ പ്രതിക്കുള്ളത്. സ്വാഭാവികമായും ഇയാളുടെ ചൈൽഡ് ലൈനിലടക്കം എത്തിച്ചുകൊണ്ട് കൂടുതൽ പരിശോധനയും അന്വേഷണവും ഇപ്പോൾ പോലീസ് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അരുൺരാജ്, ഇതിൽ നേരത്തെ പോലീസ് ഈ പരാതിയെ ഗൗരവത്തോടുകൂടി കണ്ടില്ല എന്നുള്ളൊരു വിമർശനം കൂടി ഉയർന്നു കേൾക്കുന്നുണ്ട്. ഇത് വലിയ നടുക്കമുണ്ടാക്കുന്ന ഒരു വാർത്തയാണ്. ഇതിൽ പരാതിയുമായി പോലീസിനെ പിതാവ് സമീപിക്കുന്നത് എപ്പോഴാണ്? അതിൽ ഇങ്ങനെയൊരു കുട്ടി പീഡനത്തിനിരയായി എന്ന തരത്തിലുള്ള ഒരു വിവരങ്ങളിലേക്കൊക്കെ പോലീസ് എത്തുന്നത് ഏത് ഘട്ടത്തിലാണ്? ഈ 14-കാരനാണ് ഇത് ചെയ്തത് എന്ന നിഗമനത്തിലേക്ക് പോലീസ് വന്നത് എങ്ങനെയാണ്, അരുൺരാജ്? റിജിത്ത്, ആദ്യഘട്ടത്തിൽ ഈ കുട്ടി ആശുപത്രിയിൽ നിന്ന് ഈ കുട്ടിയുടെ അസുഖം കൂടുതൽ ഈ വേദനകളടക്കം അത് അതീവ ഗുരുതരമായതിന് പിന്നാലെയാണ് പിതാവ് പോലീസിനെ സമീപിക്കാൻ ഒരുങ്ങുന്നത്. പക്ഷേ ഏത് പോലീസാണ് കേസെടുക്കേണ്ടത്? ചില അതിർത്തി തർക്കങ്ങൾ പോലീസിന് ഇക്കാര്യത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ കേസ് അന്വേഷിക്കേണ്ടത് സ്വാഭാവികമായ ഒരു പോക്സോ കേസാണ്. അത് CI റാങ്കിലുള്ള ഉദ്യോഗസ്ഥനാണ് അന്വേഷിക്കേണ്ടത്. അത്തരമൊരു കേസിൽ ആദ്യഘട്ടത്തിൽ CI അന്വേഷണത്തിൽ, അത് ശാസ്താംകോട്ട CI അന്വേഷണത്തിൽ നിന്ന് ഒരു അമാന്തം കാട്ടി എന്നുള്ള പരാതിയാണ് ഈ പെൺകുട്ടിയുടെ പിതാവിന്റെ കുടുംബം ഇപ്പോൾ മുന്നോട്ട് വെക്കുന്നത്. കാരണം തുടക്കത്തിൽ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ചില വീഴ്ചയുണ്ടായി. ഒടുവിൽ ഈ കുട്ടിയുടെ മരണം സംഭവിക്കുകയും ഈ മരണത്തിന് പിന്നാലെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലടക്കം ഈ പീഡനങ്ങളടക്കം കൃത്യമായി വിവരിക്കുകയും ചെയ്യുന്നതിന് പിന്നാലെയാണ് പോലീസ് ഇക്കാര്യത്തിൽ ഒരു വേഗത്തിലുള്ള നടപടിയിലേക്ക് കടന്നത് എന്നുള്ളതാണ് ഈ കുട്ടിയുടെ പിതാവ് അടക്കം ആരോപിക്കുന്നത്. എന്തായാലും ഇപ്പോൾ നിലവിൽ ഈ 14-കാരനിലേക്ക് എത്താനുണ്ടായ സാഹചര്യം ഈ അമ്മയുടെ മൊഴിയും അതുപോലെ തന്നെ പോലീസിനുണ്ടായ ചില സംശയങ്ങളുമാണ്. ഒടുവിൽ ഈ 14-കാരനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്ന ഘട്ടത്തിലാണ് ഇയാൾ ഒടുവിൽ ഈ കുറ്റസമ്മതം നടത്തിയത്. ആദ്യഘട്ടത്തിൽ തന്റെ സഹോദരിയാണ് താനിത് ചെയ്തിട്ടില്ല എന്നായിരുന്നു വാദിച്ചതെങ്കിൽ ഒടുവിൽ അയാൾ ഈ കൺഫെഷൻ പറയുകയായിരുന്നു. കാരണം തനിത് ചെയ്തു, അത് ഈ പല ഘട്ടങ്ങളിൽ ഇത്തരത്തിൽ ചെയ്തിട്ടുണ്ട് എന്ന കാര്യം അയാൾ സമ്മതിച്ചു എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. എന്തായാലും 14 വയസ്സ് മാത്രമേ ഉള്ളൂ ഈ പ്രതിക്ക് എന്നുള്ളത് കൊണ്ട് ഇയാളെ ഇപ്പോൾ ചൈൽഡ് ലൈൻ അടക്കം എത്തിച്ചിരിക്കുകയാണ് പോലീസ്. പോലീസിന് ഇക്കാര്യത്തിൽ കുറേയധികം പരിമിതികളുണ്ട് എന്നുള്ളതാണ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരടക്കം ഇക്കാര്യത്തിൽ വിവരിക്കുന്നത്. പക്ഷേ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുന്നവരെ പോലീസ് ഇക്കാര്യത്തിൽ നടപടി എടുത്തില്ല എന്ന വിമർശനം നിലവിൽ ഉയരുകയും ചെയ്യുന്നുണ്ട്. ഇതേ സമയം ശരി, അരുൺരാജ് കൊല്ലത്ത് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. ഭിന്നശേഷിക്കാരിയായ 6 വയസ്സുകാരിയുടെ മരണത്തിലാണ് വളരെ നടുക്കുന്ന വിവരങ്ങൾ പുറത്തു വരുന്നത്. പെൺകുട്ടി ക്രൂരപീഡനത്തിനിരയായിട്ടുണ്ട്. അയൽവാസിയും ബന്ധുവുമൊക്കെയായ 14 വയസ്സുകാരനാണ് ഈ കുട്ടിയെ ദുരുപയോഗം ചെയ്തത് എന്ന നിഗമനത്തിലേക്ക് പോലീസ് എത്തുകയാണ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വളരെ ഞെട്ടലുണ്ടാക്കുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അരുൺരാജ് അതിൻ്റെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു.